അന്തരിച്ച എൻ.സി.പി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉഴവൂർ കുറിച്ചിത്താനത്തെ വീട്ടുവളപ്പിൽ സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സൗമ്യ, ഉഴവൂരിലെ കുറിച്ചിസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി പേരാണ്. കാരണം ഈ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഉഴവൂർ വിജയൻ. മാത്രവുമല്ല, സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഉഴവൂരിൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ ഒപ്പം അവർക്ക് ഇടയിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നും പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തെ കാണാൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് അണമുറിയാത്ത ഒരു ജനപ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 12 മണിക്ക് സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 11 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തും. അദ്ദേഹം ഇപ്പോൾ ആലുവ പാലസിലാണുള്ളത്. കാരണം ദില്ലിയിൽ നിന്ന് അദ്ദേഹം ഇന്നലെ രാത്രി എത്തിയിരുന്നു. ആലുവ പാലസിൽ നിന്ന് 9:30 അദ്ദേഹം ഇങ്ങോട്ടേക്ക് പുറപ്പെടും. 11 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണും. ഒപ്പം അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ NCPയുടെ ദേശീയ നേതാവായിട്ടുള്ള താരിഖ് അൻവർ അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ വീട്ടിലെത്തിച്ചേരും. 12 മണിക്ക് സംസ്ഥാന ബഹുമതിയോടുകൂടി തന്നെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ ഈ നാട്ടിൽ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉഴവൂർ വിജയനെ സംബന്ധിച്ച് വടിവൊത്ത രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ നാടൻ ശൈലിയും നർമ്മപ്രയോഗവുമെല്ലാം നടത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ മുറ്റത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനും അവരെ പിടിച്ചിരുത്തുന്നതിനും പ്രഥമ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് തന്നെ ഉണ്ട്. കാരണം അദ്ദേഹം ആരെയാണോ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത്, അവർ പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ട സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ് ഇവിടേക്ക് എത്തുന്ന ഓരോ പ്രമുഖ വ്യക്തികളെയും എടുത്തു കഴിഞ്ഞാൽ പരിശോധിക്കാൻ സാധിക്കുന്നത്. എന്തായാലും 12 മണിയോടുകൂടി സംസ്ഥാന ബഹുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സൗമ്യ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.